ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. മഹാബലിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം വിരോചനൻ. വിരോചനൻ എന്നാണ് മഹാബലിയുടെ പിതാവിൻ്റെ പേര്. മഹാബലിയുടെ മുത്തച്ഛൻ്റെ പേര് എന്താണ്? ഉത്തരം പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ എന്നാണ് മഹാബലിയുടെ മുത്തച്ഛൻ്റെ പേര്. പ്രഹ്ലാദൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം ഹിരണ്യകശിപു. ഹിരണ്യകശിപു എന്നാണ് പ്രഹ്ലാദൻ്റെ പിതാവിൻ്റെ പേര്. മഹാബലിയുടെ പ്രസിദ്ധനായ മകൻ്റെ പേര് എന്താണ്? ഉത്തരം ബാണാസുരൻ. ബാണാസുരൻ എന്നാണ് മഹാബലിയുടെ പ്രസിദ്ധനായ മകൻ്റെ പേര്. മഹാബലിയുടെ മകൻ്റെ പേരാണ് ബാണാസുര സാഗർ ഡാമിന് ഇട്ടിരിക്കുന്നത്. മഹാബലിയുടെ ഗുരു ആരാണ്? ഉത്തരം ശുക്രാചാര്യൻ. ശുക്രാചാര്യനാണ് മഹാബലിയുടെ ഗുരു. മഹാബലിയുടെ മുത്തച്ഛൻ പ്രഹ്ലാദൻ ആരുടെ ഭക്തനായിരുന്നു? ഉത്തരം മഹാവിഷ്ണു. മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു മഹാബലിയുടെ മുത്തച്ഛൻ പ്രഹ്ലാദൻ. മഹാബലി രാജാവ് ജനങ്ങൾക്കിടയിൽ പ്രശസ്തനായത് തൻ്റെ ഏത് ഗുണം കൊണ്ടാണ്? ഉത്തരം ദാനശീലം. ദാനശീലം എന്ന ഗുണം കൊണ്ടാണ് മഹാബലി രാജാവ് ജനങ്ങൾക്കിടയിൽ പ്രശസ്തനായത്. മഹാബലിയെ പരീക്ഷിക്കാൻ വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം ഏതാണ്? ഉത്തരം വാമനൻ. മഹാബലിയെ പരീക്ഷിക്കാൻ വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം വാമനൻ. മഹാബലിയോട് വാമനൻ ആവശ്യപ്പെട്ടത് എന്താണ്? ഉത്തരം 3 അടി മണ്ണ്. 3 അടി മണ്ണാണ് വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടത്. വാമനൻ ആദ്യ അടി വെച്ചത് എവിടെയാണ്? ഉത്തരം ഭൂമി. ഭൂമിയിലാണ് വാമനൻ ആദ്യം അടിവെച്ചത്. വാമനൻ 2ാം അടിവെച്ചത് എവിടെയാണ്? ഉത്തരം ആകാശം. ആകാശത്താണ് വാമനൻ 2ാം അടിവെച്ചത്. 3ാം അടിവെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി നൽകിയത് എന്താണ്? ഉത്തരം സ്വന്തം ശിരസ്. 3ാം അടിവെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി സ്വന്തം ശിരസാണ് നൽകിയത്. മഹാബലി ഏത് വംശത്തിൽ പെടുന്നു? ഉത്തരം അസുരവംശം. മഹാബലി അസുരവംശത്തിൽ പെടുന്നു. മഹാബലി ജനങ്ങളെ കാണാൻ വരുന്ന ദിനം എന്നാണ്? ഉത്തരം തിരുവോണം. തിരുവോണ ദിനത്തിനാണ് മഹാബലി ജനങ്ങളെ സന്ദർശിക്കാൻ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.